ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണെന്ന് പറയാറുണ്ട്. എന്നാൽ ഈ സൗകര്യങ്ങൾക്കൊപ്പം തന്നെ ഡിജിറ്റൽ ലോകം ഉയർത്തുന്ന വെല്ലുവിളികളും ഭീഷണികളും നിരവധിയാണ്. അടുത്തിടെ പുറത്തു വന്ന രണ്ട് സുപ്രധാന വാർത്തകൾ ഈ ആശങ്കകളെ കൂടുതൽ ബലപ്പെടുത്തുന്നു. ഒന്ന്, മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കാൻ സിം കാർഡ് നിർബന്ധമാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധി. രണ്ട്, യാത്രികരെ ലക്ഷ്യമിട്ടിട്ടുള്ള ജ്യൂസ് ജാക്കിംഗ്, സീറോ ഡേ സൈബർ ആക്രമണങ്ങൾ പോലെയുള്ള പുതിയ സുരക്ഷാ വെല്ലുവിളികൾ. ഈ വിഷയങ്ങളെല്ലാം എന്തുകൊണ്ട് സാധാരണക്കാരെ, പ്രത്യേകിച്ച് പ്രവാസികളെയും യാത്രികരെയും ഗുരുതരമായി ബാധിക്കുന്നുവെന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് പുറത്തുവിട്ട പുതിയ മാർഗനിർദ്ദേശമാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. വാട്സാപ്പ്, ടെലഗ്രാം, സ്നാപ്ചാറ്റ് പോലെയുള്ള ചാറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കണമെങ്കിൽ ആക്റ്റീവ് സിം കാർഡ് നിർബന്ധം എന്ന നിയമ ഭേദഗതിയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ഈ നീക്കം ഏറ്റവുമധികം പ്രതികൂലമായി ബാധിക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരെയും ദീർഘകാല പ്രവാസികളായ നോൺ റെസിഡന്റ് ഇന്ത്യക്കാരെയുമാണ്. പ്രവാസികൾ സാധാരണയായി ചെയ്യുന്നത് ഇന്റർനെറ്റ് ഡേറ്റയ്ക്കായി തങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ ലോക്കൽ സിം കാർഡ് ഉപയോഗിക്കുക എന്നതാണ്. എന്നാൽ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ആശയവിനിമയം നടത്തുന്നത് ഇന്ത്യയിലെ പ്രൈമറി സിം കാർഡ് ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്ത മൊബൈൽ ആപ്പുകൾ വഴിയാണ്. ഈ ആവശ്യങ്ങൾക്കായി ഒരേ ഫോണിൽ 2 സിം സ്ലോട്ടുകളോ സിമ്മോ ഉപയോഗിക്കുന്നത് ഒരു സാധാരണ രീതിയാണ്. പുതിയ നിയമം നിലവിൽ വന്നാൽ ഇന്ത്യയിലെ സിം കാർഡ് ആക്റ്റീവായി നിലനിർത്തുന്നതിൽ വീഴ്ച വരുത്തുന്ന ദീർഘകാല പ്രവാസികളുടെ ചാറ്റിംഗ് ആപ്പ് അക്കൗണ്ടുകൾ റദ്ദാക്കപ്പെടും. ഗ്രേഹോണ്ട് റിസർച്ചിന്റെ സ്ഥാപകനും ചീഫ് അനലിസ്റ്റുമായ സഞ്ജിത് വീർ ഗോഗിയ ചൂണ്ടിക്കാട്ടുന്നത് പോലെ സിം കാർഡ് ഇല്ലാതെ ചാറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നത് അസ്വാഭാവികമായ കാര്യമല്ല. ഈ നിയമം നടപ്പാക്കിയാൽ നിയമാനുസൃതമായ പല ബിസിനസ് പ്രവർത്തനങ്ങളും തടസ്സപ്പെടുകയും നിർണായകമായ ബിസിനസ് ആശയവിനിമയങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. സിം കാർഡ് റദ്ദായാൽ വർഷങ്ങളായി ഉപയോഗിക്കുന്ന വാട്സാപ്പ് പോലെയുള്ള ആപ്പുകളും തുടക്കം മുതൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇത് പഴയ ചാറ്റ് ഡേറ്റ നഷ്ടപ്പെടാനും പ്രൊഫൈൽ വെരിഫിക്കേഷൻ പോലെയുള്ള പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം. കഴിഞ്ഞ വർഷം 3 കോടിയിലധികം ഇന്ത്യക്കാർ വിദേശയാത്ര ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം ഇത് 3.5 കോടി കവിയുമെന്നാണ് കണക്ക്. CUTS ഇന്റർനാഷണൽ റിസർച്ച് ഡയറക്ടർ അമോൽ കുൽക്കർണി പറയുന്നതനുസരിച്ച് ഈ യാത്രക്കാരെല്ലാം പുതിയ നിയമം കാരണം ഇന്ത്യയിലെ പോലെ തടസ്സമില്ലാതെ ആപ്പുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. ഈ നിയമ ഭേദഗതിക്ക് പിന്നിലെ പ്രധാന ലക്ഷ്യം ടെലികോം സൈബർ സുരക്ഷാ ചട്ടങ്ങളിലെ പഴുതുകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളും ദുരുപയോഗവും തടയുക എന്നതാണ്. എന്നാൽ ഡൽഹി ഹൈക്കോടതിയിലെ അഭിഭാഷകനായ പ്രതായ് ലോഡ് പറയുന്നത് പോലെ ഇത് സൈബർ സുരക്ഷയ്ക്ക് ഒരു പരിധിവരെ സഹായകരമാക്കാം. എങ്കിലും എല്ലാ പൗരന്മാരും നിരന്തരമായി വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് സ്വകാര്യതയ്ക്ക് ഭീഷണി ഉയർത്തും. കൂടാതെ സിം നിർബന്ധമാക്കുന്നത് കൊണ്ട് മാത്രം സൈബർ സുരക്ഷാ ദുരുപയോഗം പൂർണ്ണമായും തടയാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം പൊതുസ്ഥലങ്ങളിലെ ചാർജിംഗ് പോർട്ടുകളെക്കുറിച്ചാണ്. യാത്രികർക്ക് ഒരു അനുഗ്രഹമാണ് ഈ പബ്ലിക് ചാർജിംഗ് പോർട്ടുകൾ. എന്നാൽ UAE സൈബർ സെക്യൂരിറ്റി കൗൺസിൽ നൽകുന്ന മുന്നറിയിപ്പ് ഈ സൗകര്യത്തിന് പിന്നിലെ അപകടങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. 79% യാത്രികരും അജ്ഞത കാരണം സുരക്ഷിതമല്ലാത്ത പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗിക്കുന്നത് വ്യക്തിഗത വിവരങ്ങൾ ചോരാൻ ഇടയാക്കുന്നു. ഒരു സാധാരണ USB പോർട്ട് ഡേറ്റ കൈമാറ്റം ചെയ്യാനും ചാർജ് ചെയ്യാനും കഴിയും. ജ്യൂസ് ജാക്കിംഗ് എന്നാൽ പൊതു ചാർജിംഗ് സ്റ്റേഷനുകളിലെ പോർട്ടുകൾ ഉപയോഗിച്ച് ഹാക്കർമാർ വിവരങ്ങൾ മോഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ ഉപകരണങ്ങളിൽ മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോ ആയ സൈബർ ആക്രമണ രീതിയാണ്. ഈ പോർട്ടുകളിൽ അനധികൃത സോഫ്റ്റ്വെയറോ മറഞ്ഞിരിക്കുന്ന സജ്ജീകരണങ്ങളോ ഉണ്ടാകും. ഉപകരണം കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവ പ്രവർത്തനക്ഷമമാവുകയും ഉപയോക്താവിൻ്റെ പാസ്വേഡുകൾ, ഇമെയിലുകൾ, മറ്റ് വ്യക്തിഗത വിവരങ്ങൾ എന്നിവ ചോർത്തുകയും ചെയ്യും. യാത്ര ചെയ്യുമ്പോൾ സ്വന്തം ചാർജർ കരുതുക. പൊതു ചാർജിംഗ് സ്റ്റേഷനുകളെ പൂർണ്ണമായും ഒഴിവാക്കുക. ചാർജ് ചെയ്യുന്നതിനിടയിൽ അനാവശ്യമായ ഡേറ്റ ട്രാൻസ്ഫർ റിക്വസ്റ്റുകൾ നിരാകരിക്കുക. ഡേറ്റ കൈമാറ്റം മാത്രം ഒഴിവാക്കാൻ കഴിയുന്ന ചാർജ് ഓൺലി USB കേബിളുകൾ ഉപയോഗിക്കുക എന്നിവയാണ് ഇതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ. UAE സൈബർ സുരക്ഷാ കൗൺസിൽ മുന്നറിയിപ്പ് നൽകിയ മറ്റൊരു അപകടകരമായ സൈബർ ആക്രമണമാണ് സീറോ ഡേ എക്സ്പ്ലോയിറ്റ് ഉപയോഗിച്ചുള്ള വാട്സാപ്പ് ഹാക്കിംഗ്. ഉപയോക്താവ് മറുപടി നൽകാത്ത ഒരു അജ്ഞാത നമ്പറിൽ നിന്നുള്ള ഒറ്റ വാട്സാപ്പ് കോൾ മതിയാകും ഹാക്കർമാർക്ക് ഒരു സ്മാർട്ട് ഫോൺ ഹാക്ക് ചെയ്യാൻ. ഉപയോക്താവിൻ്റെ സ്വകാര്യ ഫോട്ടോകൾ, സംഭാഷണങ്ങൾ, അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയിലേക്ക് സൈബർ കുറ്റവാളികൾക്ക് എളുപ്പത്തിൽ ആക്സസ് നേടാൻ ഇത് വഴിയൊരുക്കും. അതിനാൽ അജ്ഞാത കോളുകൾ തടയുക, വാട്സാപ്പ് ഏറ്റവും പുതിയ വേർഷനിലേക്ക് ഉടൻ അപ്ഡേറ്റ് ചെയ്യുക, 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ പ്രവർത്തനക്ഷമമാക്കുക, അതുപോലെ സംശയാസ്പദമായ ലിങ്കുകൾ ഒഴിവാക്കുക എന്നിവ പ്രധാന പ്രതിരോധ മാർഗങ്ങളാണ്. ഈ 3 വിഷയങ്ങളും അടിവരയിടുന്നത് ഒരൊറ്റ സത്യമാണ്. നമ്മുടെ ഡിജിറ്റൽ സുരക്ഷ എന്നത് സർക്കാർ നയങ്ങൾ, ടെക്നോളജി അപ്ഡേറ്റുകൾ, വ്യക്തിഗത ശ്രദ്ധ എന്നിവയുടെ ഒരു സങ്കലനമാണ്. സിം കാർഡ് നിയമം സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സാധാരണ ജീവിതം തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. നിയമങ്ങൾ രൂപീകരിക്കുമ്പോൾ
രാജ്യത്തിൻ്റെ അതിർത്തികൾക്കപ്പുറം ജീവിക്കുന്ന വലിയൊരു വിഭാഗം പൗരന്മാരുടെ ഡിജിറ്റൽ ജീവിതത്തിൻ്റെ സങ്കീർണതകൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. നിയമപരമായ ബിസിനസ് ഇടപാടുകളും കുടുംബ ബന്ധങ്ങളും നിലനിർത്തുന്നതിൽ ചാറ്റിംഗ് ആപ്പുകൾക്കുള്ള പങ്ക് നിസ്സാരമല്ല. മറുവശത്ത് ജ്യൂസ് ജാക്കിംഗ്, സീറോ ഡേ ആക്രമണങ്ങൾ എന്നിവ വ്യക്തിപരമായ ജാഗ്രത എത്രത്തോളം പ്രധാനമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ടെക്നോളജിയെ വിശ്വസിക്കുമ്പോഴും അതിൻ്റെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഉപയോഗിക്കുക, ബയോമെട്രിക് ലോഗിനുകൾ സജ്ജീകരിക്കുക, അനാവശ്യമായ ആപ്പുകൾക്ക് വിവരങ്ങളിലേക്കുള്ള ആക്സസ് നൽകാതിരിക്കുക എന്നിവയെല്ലാം ഇന്ന് കേവലം സൗകര്യങ്ങളല്ല, മറിച്ച് സൈബർ അതിജീവനം ഉറപ്പാക്കാനുള്ള അത്യാവശ്യ ഘടകങ്ങളാണ്. വിദേശ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ സൈബർ സുരക്ഷാ കൗൺസിലുകൾ നൽകുന്ന ബോധവൽക്കരണ ക്യാമ്പയിനുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഡിജിറ്റൽ ലോകത്തെ പൗരന്മാരെന്ന നിലയിൽ സാമ്പത്തിക തട്ടിപ്പുകളും വ്യക്തിഗത വിവര ചോർച്ചകളും തടയാൻ നമ്മൾ ഓരോരുത്തരും സൈബർ സുരക്ഷാ വിദ്യാഭ്യാസം നേടേണ്ടത് അനിവാര്യമാണ്. നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ ഇന്ത്യയിലെ നിങ്ങളുടെ പ്രൈമറി സിം കാർഡ് ആക്റ്റീവായി നിലനിർത്തുന്നതിനുള്ള ഏറ്റവും പ്രായോഗികമായ മാർഗങ്ങൾ തേടുക. യാത്രയിലോ പൊതുസ്ഥലങ്ങളിലോ മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ എപ്പോഴും സ്വന്തം ചാർജറോ പവർ ബാങ്കോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ എല്ലാ പ്രധാന അക്കൗണ്ടുകളും 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ നിർബന്ധമായും സജ്ജീകരിക്കുക.